ഈയിടെ ഒരു ഡോക്ടർ ധനലക്ഷ്മി അവരുടെ വാസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളൊരു ന്യൂസ് നമ്മളെല്ലാവരും കണ്ടു കാണുമല്ലോ. അതിനുശേഷം ഞാൻ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ കണ്ടു, ഒരു ഇന്റർവ്യൂ അവരുടെ. അത് കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. കാരണം അവര് ഈ സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് വളരെയധികം കടമ്പകളെല്ലാം കടന്നായിരിക്കും. പക്ഷെ എന്നിട്ടും അവർ ആ ഇന്റർവ്യൂവിൽ വളരെ ദുഃഖത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നത് കേട്ടപ്പോൾ അവരത്രത്തോളം ദുഃഖത്തിലായിരുന്നോ എന്ന് വിചാരിച്ചപ്പോൾ സങ്കടം തോന്നി. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ദുഃഖം നമ്മളൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവര് അതേ ഇന്റൻസിറ്റിയിൽ അതേ തീവ്രതയിൽ അത് മനസ്സിലാക്കിക്കൊള്ളണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനോ ആഗ്രഹിക്കാനോ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ മാത്രമാണ്. അത് വേറൊരാൾക്ക് എങ്ങനെ മനസ്സിലാവും? അതേപോലെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റും അല്ലെ? ആ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊന്നും, ഒരു പ്രശ്നങ്ങളും ദുഃഖങ്ങളും സഹിക്കാൻ പറ്റാത്ത, മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് വന്നാൽ കൂടി നമുക്ക് ഓക്കെ, ഡോണ്ട് വറി, ഐ വിൽ ബി വിത്ത് യു എന്ന് ആരെങ്കിലും നമ്മളുടെ അടുത്ത് പറയാൻ ഉണ്ടാവണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. ഉണ്ടായാൽ നല്ലതാണ്, തീർച്ചയായിട്ടും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. പക്ഷെ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഗുരുവുണ്ട് നമ്മളെ വഴികാട്ടാൻ എന്നുള്ളൊരു വിശ്വാസം നഷ്ടപ്പെടരുത്. ആ വിശ്വാസത്തിൽ തന്നെ ആവണം നമ്മുടെ പിന്നീട്ടുള്ള ജീവിതം. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാലും ഒരു ആത്മഹത്യയിലേക്കോ ജീവിതം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊന്നും പോവാതെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും ഒരു നമുക്ക് വഴികാട്ടാൻ എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വരണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല ക്രൈസിസും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ തുറക്കാനുള്ള താക്കോലും നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ ഉള്ളത്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലാതെ നമ്മൾ പുറത്ത് വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചാൽ കിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പോ നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ വേറെ എവിടെയെങ്കിലും എനിക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റിയിരുന്നെങ്കിൽ, അവരെന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇവരെന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതോടൊപ്പം നമുക്ക് ആകെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവിധ ഉപദേശങ്ങളും സ്വീകരിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം നമുക്ക് സമൂഹത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിലൂടെ നമ്മളിലേക്ക് വരാനുള്ള ഒരു വഴിയായി നമുക്കതിനെ എടുക്കാം. ഓക്കെ, താങ്ക് യു.